നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആലപ്പുഴ അർത്തുങ്കലുള്ള സുജുമോൻ സാറിന്റെ വീട്ടിലാണ്. നമ്മൾ ഇവിടെ ഒരു 5 കിലോവാട്ട് സോളാർ പ്ലാന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേറെ കുറച്ച് പ്രത്യേകതകൾ കൂടെ ഉണ്ട്. നമുക്കിവിടെ ഒരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ വിശേഷങ്ങളിലോട്ട് പോവാം. ഹായ് സാർ, വെൽക്കം. സാർ എന്തുകൊണ്ടാണ് ഈ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്? ആക്ച്വലി ഞാനൊരു സോളാർ പ്ലാന്റിൻ്റെ ഓഫ് ഗ്രിഡ് സിസ്റ്റം ഞാൻ സ്വന്തമായിട്ട് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു, ഒരു ചെറിയ ലെവലിൽ. അപ്പോൾ എൻ്റെ ഈ വീട്ടിലുള്ള ഉപകരണങ്ങൾക്കുള്ള ഒരു പവർ കിട്ടാൻ വേണ്ടി മാത്രം. പക്ഷെ പിന്നീട് ഞാനൊരു ഇൻഡസ്ട്രി ഇവിടെ തുടങ്ങാൻ തീരുമാനിച്ചപ്പം എനിക്ക് ആ സോളാർ പ്ലാന്റ് കൂടെ വെച്ചാൽ മാത്രമേ എൻ്റെ ഇൻഡസ്ട്രിക്ക് കൂടിയുള്ള പവർ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അത് മാത്രമല്ല, എനിക്ക് മറ്റ് ഉപയോഗം വരുന്ന വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഒരു സോളാർ പ്ലാന്റ്, ഒരു 5 കിലോവാട്ടിൻ്റെ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചു. സാർ, സോളാർ പ്ലാന്റ് സ്ഥാപിച്ചതിന് ശേഷം മുമ്പുള്ള ബില്ലും ഇപ്പോഴത്തെ ബില്ലും തമ്മിൽ എന്താണ് വ്യത്യാസം? സോളാർ പ്ലാന്റ് വെക്കുന്നതിന് മുൻപ് എൻ്റെ വീട്ടിൽ വരുന്ന ബില്ല് ഏകദേശം ഒരു 2500-3000 രൂപയുടെ ബില്ല് വരുമായിരുന്നു. ഓക്കെ. അതിനേക്കാൾ ഉപരി എനിക്ക് നേട്ടം ഉണ്ടായത്, എൻ്റെ ഇൻഡസ്ട്രി സ്ഥാപിച്ചപ്പോൾ ഞാൻ ആദ്യത്തെ മാസം സോളാർ ഇല്ലാതെയാണ് ഞാൻ ഇൻഡസ്ട്രിയുടെ ബില്ലിംഗ് എല്ലാം പേയ്മെൻറ്റ് കൊടുത്തിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1200-2000 രൂപ ഒരു മാസം തന്നെ ഇൻഡസ്ട്രി, അത്ര എല്ലാ ദിവസവും ഉപയോഗിക്കാതെ നിന്നിട്ട് പോലെ എൻ്റെ ഇൻഡസ്ട്രിയിൽ ബില്ലിംഗ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇൻഡസ്ട്രി ബില്ലിങ്ങിൻ്റെ താരിഫെല്ലാം കൂടുതലാണ്. പക്ഷേ ഞാൻ സോളാർ വെച്ചതിന് ശേഷം എനിക്ക് രണ്ട് ബില്ലും കൂടെ, അതായത് എൻ്റെ ഇൻഡസ്ട്രിയുടെയും എൻ്റെ വീടിൻ്റെയും ബില്ല് കൂടെ ഏകദേശം ഒരു 350-400 രൂപയാണ് ആകെ വരുന്ന ബില്ല്. രണ്ട് ഉപയോഗത്തിനും കൂടെ വരുന്നത് അത്ര മാത്രമാണ്. സാർ, നമ്മുടെ കമ്പനിയുടെ ഒരു ഓവറോൾ ഇൻസ്റ്റലേഷൻ ക്വാളിറ്റിനെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണലായിട്ടൊരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിൽ വയറിങ് എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇവിടുത്തെ ഒരു ഇൻസ്റ്റലേഷൻ എനിക്ക് ഫീൽ ചെയ്തത് വളരെ പ്രൊഫഷണലായിട്ട് നടത്തിയൊരു വയറിങ്ങാണ്. എല്ലാം നല്ല നല്ല കണക്ടേഴ്സും കേബിൾസും അതിൻ്റെ കേസ് ആൻഡ് കേപ്പിങ്ങും എല്ലാം വളരെ സ്റ്റാൻഡേർഡായിട്ട് ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിൽ തന്നെയാണ് ഈ ഇൻസ്റ്റലേഷൻ വർക്കെല്ലാം ചെയ്തത്. ഞാൻ അതിനകത്തൊരു 100% സാറ്റിസ്ഫൈഡ് ആണ്. സീഗ സോളാറിൻ്റെ റെസ്പോൺസും അവരുടെ ആക്ടിവിറ്റിയെ പറ്റിയുള്ള ഒരു കമൻ്റ് എന്ന് പറയുന്നത്, ഇനിഷ്യൽ വർക്ക് മുതൽ, പേപ്പർ വർക്ക് മുതൽ ഒരു ഹാസിൽ ഫ്രീ ആയിരുന്നു. എന്നെ കാര്യമായിട്ട് ബുദ്ധിമുട്ടിക്കാതെ ആയിരുന്നു എല്ലാ പേപ്പർ വർക്കുകളും ചെയ്തിരുന്നത്. അത് KSEB ആയിട്ടുള്ള അപ്രൂവൽസ് കാര്യങ്ങളാണെങ്കിലും. പിന്നീട് വന്ന ഒരു ഡിലേ എന്ന് പറയുന്നത് സബ്സിഡി, ഗവൺമെൻറ് PM സൂര്യഘർ സ്കീം വഴിയുള്ള സബ്സിഡി കിട്ടാനായിട്ട് കുറച്ച് ഡിലേ വന്നു. അത് അവരുടെ സോഫ്റ്റ്വെയറും കാര്യങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ വളരെ കാര്യമായ ഫോളോ അപ്പ് എല്ലാം ഞാൻ ഇടപെടാതെ തന്നെ എന്നെ ഇങ്ങോട്ട് തന്നെ വിളിച്ചിട്ടാണെങ്കിലും അതിൻ്റെ റീസൺ എന്താണെന്ന് പറയും. അതിൻ്റെ ഫോളോ അപ്പ് എല്ലാം കൃത്യമായിട്ട് നടത്തി അതിൻ്റെ ടോപ്പ് ഓഫീഷ്യൽസുമായിട്ടൊക്കെ അവർ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ സബ്സിഡി വാങ്ങി തരാനുള്ളവരെ എല്ലാ എഫേർട്ടും അവരാണ് എനിക്കെടുത്ത് തന്നത്. അതിനുവേണ്ടി ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നിട്ടില്ല. എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്തു. സാർ, വാഹനങ്ങളെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എനിക്കൊരു 3 ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്. അതിലൊന്ന് ഒരു ഇലക്ട്രിക് 4 വീലറാണ്, 2 ഇലക്ട്രിക് 2 വീലേഴ്സും ഉണ്ട്. സാറിന് നമ്മൾ പറയും ഇലക്ട്രിക് 2 വീലേഴ്സും 4 വീലറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു ഗ്രീൻ എനർജിയിലാണ് വാഹനം ഓടിക്കുന്നത്, കാർബൺ ബഹിർഗമനം കുറക്കുന്നു എന്നൊക്കെ. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന KSEBിലുള്ള കറണ്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നതെങ്കിൽ KSEB കറണ്ട് വാങ്ങിയിട്ടുണ്ടാവുക ഒരു തെർമൽ പവർ പ്ലാന്റിലെ കറണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും അത് 100% ഗ്രീൻ ആണെന്ന് പറയാൻ പറ്റില്ല. അതേസമയം നമ്മളൊരു സോളാർ പ്ലാന്റ് വഴി ജനറേറ്റ് ചെയ്ത ഒരു ഇലക്ട്രിസിറ്റി വെച്ചാണ് നമ്മൾ ആ വാഹനം ചാർജ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം 100% ഒരു ഗ്രീൻ എനർജിയിൽ യൂസ് ചെയ്യുന്ന വാഹനമാണ്. അതുകൊണ്ടാണ് ഞാൻ EVയിലേക്ക് ഞാൻ പോകാൻ കാരണം. സാർ, ഞങ്ങൾ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഇവിടുത്തെ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇതെൻ്റെ ഒരു ഫുഡ് പ്രോസസ്സിംഗ് സ്റ്റാർട്ടപ്പാണ്. മറ്റധികം പേര് ചെയ്യാത്ത ചില വ്യത്യസ്തമായ ഫുഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പൈലറ്റ് പ്ലാന്റ് ആണ്. വെച്ചാൽ വളരെ ചെറിയ കപ്പാസിറ്റിയിൽ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു പൈലറ്റ് പ്ലാന്റ് ആണ്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിനകത്ത് വാല്യൂ ആഡഡ് ഫിഷ് പ്രോഡക്ട്സ് ഉണ്ട്. അതായത് അധികം പേര് ചെയ്യാത്ത സാധനങ്ങളാണ്. ഫിഷ് കൊണ്ടുള്ള കുക്കീസ്, ബിസ്ക്കറ്റ്, അതുപോലെ ഫിഷ് കൊണ്ടുള്ള മിക്സ്ചർ, പ്രോൺസ് കൊണ്ടുള്ള മിക്സ്ചർ, ക്ലാംസ് കൊണ്ടുള്ള മിക്സ്ചർ, വെയ്ഫേഴ്സ്, പപ്പടം, അങ്ങനെ വ്യത്യസ്തമായ റെഡി ടു ഈറ്റ് ഫുഡ് പ്രോഡക്ട്സും പിന്നെ ഫ്രോസൺ പ്രോഡക്ട്സ്, റെഡി ടു ഫ്രൈ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ് ഫിഷ് കട്ട്ലറ്റ്, ഫിഷ് ഫിംഗർ, ഫിഷ് സമൂസ, ഫിഷ് ലോലിപോപ്പ്, ഫിഷ് റോള്, അങ്ങനെ ഒത്തിരി വ്യത്യസ്തങ്ങളായ ഫുഡ് പ്രോഡക്ട്സുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ചെറിയ യൂണിറ്റാണ്. ഈ ഒരു യൂണിറ്റിനും ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു സോളാർ പ്ലാന്റിൻ്റെ ഹെൽപ്പോടെയാണ്. ഇവിടെയാണ് നമ്മളുടെ ഇൻവെർട്ടറും AC/DB DC/DB എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നല്ല വെയിലുള്ള ദിവസങ്ങളിലൊരു 23 യൂണിറ്റ് വരെ കിട്ടാറുണ്ട്. എങ്കിലും ആവറേജ് ഒരു 20 യൂണിറ്റിനടുത്ത് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല മഴക്കാലമാണെങ്കിൽ മാത്രമേ അതിൽ കുറയാറുള്ളൂ. എന്നെ സംബന്ധിച്ച് വീട്ടിലെ കൺസംഷനും എൻ്റെ ഇൻഡസ്ട്രിയുടെ കൺസംഷനും കഴിഞ്ഞിട്ട്
ഒരു 200-300 യൂണിറ്റൊക്കെ ബാലൻസ് വരാറുണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ. ഇപ്പോൾ നല്ലൊരു വെയിലുള്ള ഒരു മാസമാണെങ്കിൽ 550-600 യൂണിറ്റ് നമുക്ക് ഈ ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടുന്നുണ്ട്.